അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ചാനലുകാരുടെ അവസ്ഥ ഒന്ന് നോക്കൂ. മര്യാദയ്ക്ക് ഒരു വാർത്ത കൊടുക്കാൻ പോലും അറിയില്ല എന്ന് വെച്ചാൽ, ഒരു റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പോലും അറിയില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ മർക്കസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നുള്ള വാർത്ത. എന്നാൽ ചില മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന രീതിയിലാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ വാർത്ത വളച്ചൊടിക്കുന്നത്? നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നുള്ളതും റദ്ദാക്കി എന്നുള്ളതും രണ്ട് വിഷയമല്ലേ? രണ്ടല്ലേ? ഇത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കഴിവില്ല എന്നാണോ പറയുന്നത്? ഇന്നലെ നമ്മളെല്ലാവരും ഫേസ്ബുക്കിലൂടെ കണ്ടതാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹഫീദ് തങ്ങളുടെ ശിഷ്യനായ ജവാദ് മുസ്തഫയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ആ വാർത്ത മുന്നിൽ വെച്ചുകൊണ്ടാണ് പല ചാനലുകാരും ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് ഞാനൊന്ന് വായിക്കാമത്. നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീദ് തങ്ങൾ ഉപയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിനു പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു. ഇത്രയുള്ളൂ ഇതിൽ വാർത്ത. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? യമനിലെ പണ്ഡിതനായ ഹബീബ് ഉമർ ഹഫീദ് തങ്ങളുടെ പ്രതിനിധികളായ പണ്ഡിതന്മാർ അവർ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ടും അവിടുത്തെ ഭരണാധികാരികളുടെ പ്രതിനിധികളുമായിട്ടും അതേപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടായ ചർച്ച നടത്തി ഈ തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കാനും വധശിക്ഷ റദ്ദാക്കാനും ധാരണ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഔദ്യോഗികമായിട്ട് വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത മർക്കസോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മുടെ ചാനലുകളിൽ വന്നത് എന്താണ്? വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്തകളല്ലേ വന്നത്. വധശിക്ഷ റദ്ദാക്കണമെങ്കിൽ കോടതിയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് കോടതിയുടെ ഉത്തരവ് വരണ്ടേ? ശരീഅത്ത് കോടതിയുടെ ഉത്തരവ് വരണ്ടേ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള? എന്നാലല്ലേ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് വധശിക്ഷ റദ്ദാക്കാൻ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ മാപ്പ് കൊടുത്താൽ മതി. അതാണ് ശരീഅത്തിന്റെ നിയമം. തലാലിൻ്റെ സഹോദരൻ അത് നിഷേധിച്ചു, വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇത് നിയമം അറിയാത്തത് കൊണ്ടാണ്. ശരീഅത്തെ നിയമം എന്താണ്? ആ തലാലിൻ്റെ അനന്തരാവകാശികളായ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ മാതാപിതാക്കളോ അവർക്കാണ് മുൻഗണന. അവർ മാപ്പ് കൊടുത്താൽ പിന്നെ തലാലിൻ്റെ സഹോദരൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുടുംബത്തിൽ അനന്തരാവകാശികളായ ഏതെങ്കിലും ഒരാൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ ആ വധശിക്ഷ പിന്നെ നടപ്പാക്കാൻ കോടതിക്ക് പറ്റൂല. അതാണ് ശരീഅത്തിന്റെ നിയമം. അപ്പോൾ ആ കുടുംബം ഒന്നിച്ച് ഭാര്യയും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും ഒന്നിച്ച് അവരുമായിട്ട് ചർച്ച നടത്തി മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ച വിഷയം, അത് കേന്ദ്രത്തിന് ഒരു റോളും ഇല്ല അതിൽ. വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു റോളും ഇല്ല അതിൽ. അപ്പോൾ അവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഈ വാർത്ത തള്ളി എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാനോ ഇതൊക്കെ കൃത്യമായിട്ട് വാർത്ത കൊടുക്കാനോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്രം ഇത് കഴിയൊഴിഞ്ഞതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരൊരുപാട് വർഷങ്ങളായിട്ട് ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം കേന്ദ്രത്തിന് ചില പരിധികൾ ഉണ്ടായത് കൊണ്ട് ഇതിന് സാധ്യമല്ല എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അവർ കൈയൊഴിഞ്ഞ സ്ഥാനത്താണ് ആക്ഷൻ കൗൺസിൽ മർക്കസിലെത്തുകയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ടാണല്ലോ ഈ വധശിക്ഷ മാറ്റിവെച്ചത്. അതും കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വാർത്തയും ചാനലുകാർക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട AP ഉസ്താദിൽ നിന്ന് തന്നെയാണ്. എന്നാൽ
ആദ്യഘട്ടത്തിൽ ആ സാമുവൽ ജെറോം എന്ന് പറയുന്ന ആളത് നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. അവസാനം ഈ സാമുവൽ ജെറോമിൻ്റെ കപടമുഖം നമ്മളെല്ലാവരും കണ്ടതാണ്. തലാലിൻ്റെ സഹോദരൻ തന്നെ അത് വെളിപ്പെടുത്തിയതാണ്. എന്നിട്ടും ഇപ്പോഴും ആ ചാനലുകാർ ഈ സാമുവൽ ജെറോമിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വിരോധാഭാസമായ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച വിവരം അറിയുന്നത് എവിടെ നിന്നാണ്? കാന്തപുരം ഉസ്താദിൽ നിന്നാണ്. അതും യമൻ്റെ ഭരണകൂടം ഔദ്യോഗികമായിട്ട് അയച്ച ലെറ്റർ നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് യമനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ കുടുംബാംഗങ്ങളുമായും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ഭരണകൂടവുമായൊക്കെ ചർച്ച നടത്തിയ പണ്ഡിതന്മാർ മുഖേനയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഈ വിവരം കിട്ടിയിട്ടുള്ളത്. ആ വിവരം എന്താണ്? വധശിക്ഷ റദ്ദാക്കാൻ ധാരണ ആയിട്ടുണ്ട് എന്നാണ്. ആ കുടുംബം മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ പുറത്തുവിട്ടിട്ടുള്ളത്. അതല്ലാതെ കോടതി ഉത്തരവിട്ടു എന്നുള്ള ഒരു റിപ്പോർട്ടും അതിൽ പറയുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ചാനലുകാർ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നല്ലേ ഉള്ളൂ. അതിൻ്റെ ദയാധനത്തിൻ്റെ വിഷയത്തിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. ഈ വധശിക്ഷ മാറ്റിവെച്ച വിഷയത്തിൽ തന്നെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വന്ന ആളുകളെ നമ്മൾ കണ്ടതല്ലേ. അവരെ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ ചർച്ചയിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയോ ഒക്കെ പരിധികൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ആ പരിധികളൊന്നുമില്ലാത്ത കാന്തപുരം ഉസ്താദോ അതല്ലെങ്കിൽ യമനിലെ ആ പണ്ഡിതൻ്റെ പ്രതിനിധികളൊക്കെ നടത്തിയ അനൗദ്യോഗികമായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ലാത്ത ആ ചർച്ചയിലുണ്ടായ തീരുമാനം എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയുക? എങ്ങനെയാണത് ഇന്ത്യ ഗവൺമെൻറ്റിനെ സ്ഥിരീകരിക്കാൻ കഴിയുക? അത് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്തവരാണല്ലോ നമ്മുടെ നാട്ടിലെ ചാനലുകാർ. ഇതൊരു അനൗദ്യോഗിക ചർച്ചയല്ലേ? ഇത് പണ്ഡിതന്മാരുടെ ഇടപെടലല്ലേ? അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളല്ലല്ലോ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലല്ലേ ഔദ്യോഗികമായിട്ട് സർക്കാരിന് അത് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ. കുറച്ച് മണിക്കൂറുകളൊന്ന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ ചാനലുകാർ കാണിക്കേണ്ടതുണ്ട്. വ്യൂവേഴ്സിന് വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നുള്ള മാധ്യമധർമ്മത്തിന് നിരക്കാത്ത ആ കാര്യമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടുമ്പോഴേക്കും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയായിരിക്കും ഇങ്ങനെ വിളിച്ചു പറയുന്ന സ്ഥിതി. ആ വാർത്തയുടെ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ് ആ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും നോക്കാതെ ഒറ്റടിക്ക് കാടടച്ച് വെടിവെക്കുന്ന ഒരു സ്ഥിതി ചാനലുകാർ ഒഴിവാക്കിയാലേ നമ്മുടെ നാടിന് രക്ഷയുള്ളൂ. ഈ ശരീഅത്ത് നിയമങ്ങളെക്കുറിച്ചോ അവിടെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ലാതെ എവിടെന്നെങ്കിലും ആരെങ്കിലും എന്ത് പറയുമ്പോഴേക്ക് അതങ്ങോട്ട് വലിയ വാർത്താ പ്രാധാന്യത്തോടെ കൊടുക്കുകയാണ്. ഈ വാർത്ത കൊടുക്കുന്ന ആർക്കും അറിയാം ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടത്ര റോളില്ല എന്നുള്ളത്. ഈ ചർച്ച കാന്തപുരം ഉസ്താദിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ് നടക്കുന്നത്, എല്ലാവർക്കും അറിയാം. പിന്നെ കേന്ദ്രത്തിന് സ്ഥിരീകരിക്കാൻ എങ്ങനെ സാധിക്കുക? കാന്തപുരം ഉസ്താദിന് ക്രെഡിറ്റ് കൊടുക്കാൻ കേന്ദ്രത്തിന് വല്ല താല്പര്യം ഉണ്ടാവോ? സാമുവൽ ജെറോമിനെ പോലത്തെ ആളുകൾക്ക് വല്ല താല്പര്യം ഉണ്ടാവോ? അതൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ കൃത്യമായ വിവരം നമ്മുടെ കൈകളിലേക്ക് എത്തും. അതുവരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചു നിൽക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.